ഹലോ കൂട്ടുകാരെ, ഞാൻ കുഞ്ഞൻ. എന്റെ കഥാലോകത്തേക്ക് സ്വാഗതം. കഥകൾ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്റെ കൂട്ടുകൂടണേ. നമുക്കിനി കഥ കേട്ടാലോ? ദൂരെ ദൂരെ ഒരു കാട്ടിൽ ഒരു മുയലമ്മയും മുയലച്ഛനും ഉണ്ടായിരുന്നു. അവർ വളരെ സ്നേഹത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. ഒരു ദിവസം വൈകുന്നേരം മുയലച്ഛനും മുയലമ്മയും കാട്ടിലൂടെ നടക്കുകയായിരുന്നു. അപ്പോഴാണ് കാട്ടിലെ ദുഷ്ടൻ കടുവ അവരുടെ മുന്നിലേക്ക് വന്നത്. മുയലച്ഛനെയും മുയലമ്മയെയും കണ്ട കടുവയ്ക്ക് സന്തോഷമായി. വൈകുന്നേരമായിട്ടും അവനെ കഴിക്കാനൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. മുയലമ്മയ്ക്കും മുയലച്ഛനും അപകടം മനസ്സിലായി. കടുവ ഇപ്പോൾ തങ്ങളെ പിടിച്ച് തിന്നുമെന്ന ഭയം അവർക്ക് വന്നു. എന്തെങ്കിലും തന്ത്രം പ്രയോഗിച്ചില്ലെങ്കിൽ രക്ഷപ്പെടാൻ പറ്റില്ല എന്നവർക്ക് മനസ്സിലായി. പെട്ടെന്നൊരു ഉപായം മുയലച്ഛന് തോന്നി. അവൻ കടുവയോട് പറഞ്ഞു, ഹോ, താങ്കളെ കണ്ടല്ലോ. രാവിലെ മുതൽ ഞങ്ങൾ കടുവേച്ചേട്ടനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഞങ്ങൾക്ക് താങ്കളുടെ ഒരു സഹായം വേണം. കടുവ അതിശയിച്ചു. എന്നെ കണ്ട് പേടിക്കാതെ അവർ തന്നോട് സംസാരിക്കുന്നോ? കടുവ സംശയത്തോട് ചോദിച്ചു, എന്നെ എന്തിനാണ് നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്നത്? എന്റെ എന്ത് സഹായമാണ് നിങ്ങൾക്ക് വേണ്ടത്? മുയലച്ഛൻ പറയാൻ തുടങ്ങി. കടുവച്ചേട്ടാ, ഞങ്ങൾ കുറേ നാളായി ഒരുമിച്ച് ജീവിക്കുകയാണ്. ഞങ്ങൾക്ക് 7 മക്കളുമുണ്ട്. പക്ഷേ ഇപ്പോ ഞങ്ങൾ തമ്മിൽ വഴക്കായി. ഞങ്ങൾ പിരിയാൻ തീരുമാനിച്ചു. അപ്പോഴാണ് വലിയൊരു പ്രശ്നം. 7 മക്കളിൽ 4 പേരെ എനിക്ക് വേണം. 3 പേരെ അവൾ എടുത്തോട്ടെ. പക്ഷേ അവൾ അതിന് സമ്മതിക്കുന്നില്ല. അവൾക്ക് 4 പേരെ വേണമെന്ന് അവളും പറയുന്നു. ഈ കാട്ടിലെ ഏറ്റവും ബുദ്ധിമാൻ കടുവച്ചേട്ടനല്ലേ? അതുകൊണ്ട് താങ്കളോട് അഭിപ്രായം ചോദിക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. കടുവച്ചേട്ടൻ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് മക്കളെയൊക്കെ കണ്ടിട്ട് ഒരു തീരുമാനം പറയണം. തന്നെ പുകഴ്ത്തിയത് കേട്ട കടുവ തലയൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മനസ്സിൽ പറഞ്ഞു, കുറേ നേരം വിശന്നിരുന്നെങ്കിലും ഇന്നത്തെ ദിവസം കൊള്ളാം. 2 വലിയ മുയലുകളും 7 ചെറിയ മുയലുകളും. ഇന്നത്തെ കാര്യം കുശാലായി. അവൻ മുയലുകളോട് പറഞ്ഞു, സമ്മതിച്ചു. വരൂ, നമുക്ക് നിങ്ങളുടെ മാളത്തിലേക്ക് പോകാം. തന്റെ പദ്ധതി വിജയിക്കാൻ പോകുന്ന സന്തോഷത്തിൽ മനസ്സിൽ ചിരിച്ചുകൊണ്ട് മുയലച്ഛൻ മുയലമ്മയെയും കടുവയെയും കൂട്ടി മാളത്തിലേക്ക് ചെന്നു. അവിടെ എത്തിയപ്പോൾ മുയലച്ഛൻ മുയലമ്മയോടായി പറഞ്ഞു, നീ പോയി മക്കളെ വിളിച്ചുകൊണ്ടുവാ. മുയലമ്മയ്ക്ക് തന്റെ ഭർത്താവ് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായി. അവൾ വേഗം അകത്തേക്ക് പോയി. കുറേ നേരമായിട്ടും മുയലമ്മയെ കാണാതിരുന്നപ്പോ മുയലച്ഛൻ കടുവയോട് പറഞ്ഞു, അവൾ അകത്ത് മക്കളെ ഓരോന്ന് പറഞ്ഞ് അവളുടെ വശത്താക്കുകയായിരിക്കും. ഞാൻ പോയി നോക്കട്ടെ, അല്ലെങ്കിൽ മക്കളെ മുഴുവൻ അവൾ കൊണ്ടുപോകും. വിശന്ന് സഹിക്കട്ടെ നിന്ന കടുവ സമ്മതിച്ചു. അങ്ങനെ മുയലച്ഛൻ ചാടി മാളത്തിനകത്തേക്ക് പോയി. അകത്തേക്ക് പോയ മുയലച്ഛനെയും കുറേ നേരമായിട്ടും കാണാതെയായപ്പോൾ കടുവ പുറത്തുനിന്ന് ഉറക്കി വിളിച്ചു, എല്ലാവരും വേഗം ഇറങ്ങി വരുന്നുണ്ടോ? എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. അപ്പോൾ അകത്തുനിന്ന് മുയലച്ഛൻ വിളിച്ചു പറഞ്ഞു, തിരക്കുണ്ടെങ്കിൽ കടുവച്ചേട്ടൻ പൊയ്ക്കോളൂ. ഞങ്ങൾ തമ്മിലുള്ള വഴക്ക് ഞങ്ങൾ പറഞ്ഞു തീർത്തു. ഇനി ഞങ്ങൾ പിരിയുന്നില്ല. ഇത് കേട്ട കടുവയ്ക്ക് ദേഷ്യം വന്നു. പക്ഷെ വല്ല കാര്യമുണ്ടോ? ആ കുഞ്ഞു മാളത്തിലേക്ക് വലിയ കടുവയ്ക്ക് കടക്കാൻ കഴിയുമോ? ഇല്ല. അങ്ങനെ മണ്ടൻ കടുവയ്ക്ക് അവർ തന്നെ പറ്റിച്ചതാണെന്ന് മനസ്സിലായി. അങ്ങനെ കയ്യിൽ കിട്ടിയ ഭക്ഷണം അത്യാഗ്രഹം കൊണ്ട് കളഞ്ഞുകുളച്ച കടുവ തിരിഞ്ഞു നടന്നു. നമ്മുടെ മുയലച്ഛനും മുയലമ്മയുമാകട്ടെ ആപത്ത് വന്നപ്പോൾ പേടിക്കാതെ ബുദ്ധി ഉപയോഗിച്ചതുകൊണ്ട് ജീവനും രക്ഷിച്ചു. അപ്പോ ഈ കഥയിൽ നിന്നും കൂട്ടുകാർ എന്തൊക്കെ പഠിച്ചു? 1, അത്യാഗ്രഹം കാണിച്ചാൽ ആ മണ്ടൻ കടുവയ്ക്ക് പറ്റിയ പോലെ ഉള്ളതുകൂടെ കളഞ്ഞു പോകും. 2, ആപത്ത് വരുമ്പോൾ പേടിക്കാതെ ബുദ്ധി ഉപയോഗിച്ചാൽ മുയലച്ഛനെയും മുയലമ്മയെയും പോലെ രക്ഷപ്പെടാം. അപ്പോ കഥ കൂട്ടുകാർക്ക് ഇഷ്ടമായോ? ഇനിയും ഇങ്ങനത്തെ കഥകൾ കേൾക്കണോ? എങ്കിൽ വേഗം അച്ഛനോടും അമ്മയോടും പറഞ്ഞ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനലിലെ ബാക്കി കഥകൾ പോയി കേട്ടോ.